ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 20-ാം തീയതി തിരുസഭ വിശുദ്ധ ബെർണാഡിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ആണ്ടുവട്ടത്തിലെ 20-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണെന്ന് ഈശോ പറയുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ധനവാന് പലതും ചെയ്യുവാനായിട്ട് സാധിക്കും, അത് എളുപ്പത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. പണമുള്ളവർക്കൊക്കെയുള്ള ഒരു അനുഗ്രഹം അതാണ്, പല കാര്യങ്ങളും വേഗത്തിൽ നേടുവാനായിട്ട് സാധിക്കും. പക്ഷേ ധനവാന് ദുഷ്കരമാകുന്നൊരു കാര്യം എന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തെ പ്രതി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചാൽ അവർക്ക് 100 ഇരട്ടിയായിട്ട് ലഭിക്കും. അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് പണം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നത് സ്വർഗരാജ്യമാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഉപേക്ഷിച്ചതിനൊക്കെ 100 ഇരട്ടിയായിട്ട് ലഭിക്കും. അപ്പോൾ പണം വേണമോ ദൈവത്തെ വേണമോ? പലപ്പോഴും നമ്മളുടെയൊക്കെ ആഗ്രഹം സഞ്ചരിക്കുന്നത് പണത്തിന് പുറകെയാണ്. പണം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ പണം ദൈവത്തെക്കാൾ വലുതാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗരാജ്യമാണ്. അതുകൊണ്ട് ഈ ഒരു തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവിക കാര്യങ്ങൾക്കായി നമ്മളുടെ സമയവും സമ്പത്തുമൊക്കെ മാറ്റിവെക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ അതിനോടുകൂടെ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനും സ്വർഗരാജ്യവുമാണ്. അതിനാൽ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പണത്തോടുള്ള നമ്മളുടെ അമിതമായിട്ടുള്ള ആഗ്രഹം നമ്മളിൽ നിന്ന് മാറ്റുവാനായിട്ടുള്ള കൃപയാചിക്കാം. ദൈവം കൂടെയുണ്ട് എങ്കിൽ പണത്തിനും അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. അപ്പോൾ നമ്മളുടെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറും. അതിനാൽ ദൈവത്തിന് വേണ്ടിയിട്ട് പലതും ഉപേക്ഷിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് യാചിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപേക്ഷിക്കേണ്ടത് പണം തന്നെയാണ്. പണത്തിന് വേണ്ടിയിട്ട് പരക്കം പാച്ചിലുകൾ നടത്തി ഒടുവിൽ ദൈവമില്ലാതാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരരുത്. മറിച്ച് ദൈവത്തോടു കൂടെയുള്ള യാത്രയിൽ പണം ദൈവം നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ആവശ്യത്തിന് തന്ന് നമ്മെ അനുഗ്രഹിക്കും. അതിനാൽ ആ ദൈവത്തെ കൂട്ടുപിടിച്ചുള്ള ഒരു യാത്രയ്ക്ക് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.